മോളെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ലോങ് കണ്ട ബെസ്റ്റ് ആക്ടേഴ്സിൽ ഒരാളാണ്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. മലയാളികളുടെ സ്വകാര്യ ആകാരമായ അതെ ഞാനാണ്. ഒരു ഹാങ് ഓവറില്ലാത്ത നടനാണ്. ആക്ടിങ് മാത്രമല്ല, അവസരം പാട്ട് പാടും. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. പത്മശ്രീ, പത്മഭൂഷൺ, ലെഫ്റ്റനന്റ് കേണൽ, ഡോക്ടർ. ഇത് തീർന്നില്ലേ? കഴിഞ്ഞ വർഷം ഒരു വിവാദ പരാമർശം നടത്തിയതിന്റെ പേരിൽ ക്യാൻസർ എതിർപ്പ് ചെയ്യാനായിട്ടാണ്. അത് ഓർമ്മയുണ്ടല്ലേ? ഞാനിപ്പോഴും മോഹൻലാൽ ഫാൻ തന്നെയാണ്. അതിന് കാശുവല്ലമാണ്. മോഹൻലാലിന്റെ സിനിമ ആറാട്ടിലൂടെയാണ് വൈറലായത്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. മോഹൻലാലിന്റെ കാലമൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. മോഹൻലാൽ തിരിച്ചു വരും. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ. പാട്ട് പാടും, എഴുത്തുണ്ട്, ബ്ലോഗിൽ എഴുതിയതിനുണ്ട്. ഇപ്പൊ കുറച്ച് ഒരു സിനിമയ്ക്ക് കഥയിൽ എഴുതിയാണ്. മാജിക് ചെയ്യും, ഡ്രാമ ചെയ്യും, മാർഷൽ ആർട്സ് ചെയ്യും, ബിസിനസ് ചെയ്യും. വേഴ്സറ്റൈൽ ആണ്, ഫ്ലെക്സിബിൾ ആണ്, അഡാപ്റ്റബിൾ ആണ്, ക്ഷമയുള്ള ആളാണ്, ഡെഡിക്കേറ്റഡ് ആണ്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ് ലാലേട്ടൻ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ് ലാലേട്ടൻ. കഴിഞ്ഞ വർഷം ഞാൻ ഒരു വിവാദ കമന്റ് ഇറക്കി. മോഹൻലാൽ പെണ്ണുപടിയായി ലോകത്തെ എല്ലാവർക്കും അറിയാം. എന്നെ നാണം കെടുത്താനായിട്ട് തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ